സബ് സെൻ്ററുകൾ തൊട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ തൊട്ട് ഫാമിലി ഹെൽത്ത് സെൻ്റർ തൊട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ തൊട്ട് താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജുകൾ, വിപുലമായ ശൃംഖലയാണ് ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകമായി പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ളത്. നമുക്കറിയാം, ആകെ 5 മെഡിക്കൽ കോളേജുകൾ, കുറേ വർഷങ്ങളായിട്ട് 5 മെഡിക്കൽ കോളേജാണ് കേരളത്തിലുണ്ടായത്. കഴിഞ്ഞ ഗവൺമെൻറ് എല്ലാ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് വിഭാവനം ചെയ്ത് പ്രവർത്തിച്ചു. 5 എന്നുള്ളത് 10 വർദ്ധിച്ചു. ഇപ്പോഴും 4 അത് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 14ൽ 10 ജില്ലയിലും മെഡിക്കൽ കോളേജുള്ള ഒരു അപൂർവം സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. മറ്റ് പല സ്റ്റേറ്റിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും പ്രൈവറ്റ് ഹോസ്പിറ്റലും നമ്മളെക്കാൾ മികച്ച രീതിയിലുണ്ട്, ഇല്ലെന്നല്ല. അത്യാധുനിക ചികിത്സ, അത് ഏറ്റവും നല്ല ലോക നിലവാരത്തിൽ കിട്ടുന്ന ആശുപത്രികളുണ്ട്, കേരളത്തിലുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനം ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് എന്താ? ആരോഗ്യ മേഖലയ്ക്ക്. രണ്ടാമത് വിദ്യാഭ്യാസ മേഖല. ഈ രണ്ടും നമ്മുടെ നിത്യജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ഒരു സമൂഹത്തിൽ അത് സ്റ്റേറ്റ് ആയാലും രാജ്യമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? അവിടുത്തെ ജനങ്ങളാണ്. അപ്പം ആ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണം ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. എത്ര സ്വത്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ആരോഗ്യത്തിന് ഇന്ത്യയിൽ ഏറ്റവും മുൻഗണന നൽകുന്ന സ്റ്റേറ്റാണ് കേരളം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.